കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 10, 25 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് ഒരു നിയമജ്ഞൻ എഴുന്നേറ്റ് നിന്ന് യേശുവിനെ പരീക്ഷിക്കാൻ ചോദിച്ചു, ഗുരോ, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അവൻ ചോദിച്ചു, നിയമത്തിൽ എന്തെഴുതിയിരിക്കുന്നു? നീ എന്ത് വായിക്കുന്നു? അവൻ ഉത്തരം പറഞ്ഞു, നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം, നിൻ്റെ അയൽക്കാരനെ നിന്നെ പോലെയും. അവൻ പ്രതിവചിച്ചു, നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു. ഇതനുസരിച്ച് പ്രവർത്തിക്കുക, നീ ജീവിക്കും. എന്നാൽ അവൻ തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച് യേശുവിനോട് ചോദിച്ചു, ആരാണ് എൻ്റെ അയൽക്കാരൻ? യേശു പറഞ്ഞു, ഒരുവൻ ജെറൂസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോവുകയായിരുന്നു. അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു. അവർ അവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർത്ഥപ്രാണനാക്കിയിട്ട് പോയിക്കളഞ്ഞു. ഒരു പുരോഹിതൻ ആ വഴിയെ വന്നു. അവനെ കണ്ട് മറുവശത്തുകൂടെ കടന്നുപോയി. അതുപോലെ ഒരു ലേവായനും അവിടെ വന്നപ്പോൾ അവനെ കണ്ടെങ്കിലും കടന്നുപോയി. എന്നാൽ ഒരു സമറിയക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്നു. അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്ത് ചെന്ന് എണ്ണയും വീഞ്ഞും ഒഴിച്ച് അവൻ മുറിവുകൾ വച്ച് കെട്ടി തൻ്റെ കഴുതയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു. അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ 2 ദനാറ് കൊടുത്തിട്ട് പറഞ്ഞു, ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം. കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട ആ മനുഷ്യന് ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി വർത്തിച്ചത്? അവനോട് കരുണ കാണിച്ചവൻ എന്ന് ആ നിയമജ്ഞൻ പറഞ്ഞു. യേശു പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, വളരെ ഹൃദയസ്പർശിയായ ഒരു ഉപമ നമ്മൾ കേട്ടു. നമ്മുടെ ക്രിസ്തീയ ജീവിതം ശരിക്കും ക്രിസ്തീയ ജീവിതമാകാൻ നാം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന വചനഭാഗങ്ങളാണ് നമ്മളിന്ന് കേട്ടത്. നമുക്കറിയാം, നല്ല സമറായക്കാരൻ. ഇന്നത്തെ സുവിശേഷ ഭാഗങ്ങളുടെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ ആരാണ് നല്ല സമറായക്കാരൻ? എപ്പോഴാണ് നമ്മൾ മറ്റൊരു ക്രിസ്തുവായി മാറുക, നല്ല സമറായക്കാരനായി മാറുക? കാരണം കർത്താവ് ഒരു കൽപ്പന പോലെ തന്ന ഒരു കാര്യമാണ്, ഗോ ആൻഡ് ഡു ലൈക്ക് വൈസ്. നീയും പോയി ഇതുപോലെ ചെയ്യുക, അപ്പോൾ നീ രക്ഷ പ്രാപിക്കും. യേശുവിനെക്കുറിച്ച് ദൈവവചനത്തിൽ നമ്മൾ കാണുന്ന കാര്യം, ചില കാര്യങ്ങൾ ഇന്നത്തെ ഈ സുവിശേഷ ഭാഗവുമായിട്ട് വളരെ ബന്ധമുള്ള കാര്യങ്ങളാണ്. നമ്മൾ കാണുന്നുണ്ട് 3 പേര്. ഒന്ന് ഒരു പുരോഹിതൻ, 2 ലേവായൻ, 3-ാമത്തേത് നല്ല സമറായക്കാരൻ. പുരോഹിതൻ സൂചിപ്പിക്കുന്നത് നമുക്കാണേലുണ്ട് ലിറ്റാർജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ലേവായൻ സൂചിപ്പിക്കുന്നത് നിയമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, കാനൻ ലോ. നല്ല സമറായക്കാരൻ അവൻ സൂചിപ്പിക്കുന്നത് രക്ഷകനായ യേശു ക്രിസ്തുവിനെ. അവൻ ചെയ്ത കുറേ കാര്യങ്ങൾ, അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നല്ല സമറായക്കാരായി മാറും. നമുക്ക് മറ്റൊരു ക്രിസ്തുവായി മാറാൻ പറ്റും. അത് നമ്മെ രക്ഷിക്കും, മറ്റുള്ളവരെയും രക്ഷിക്കും. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം 1 കൊറിന്തോസ് 1:24 വായിച്ചാൽ കാണാൻ പറ്റും. ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ്. അതാണ് യേശു ക്രിസ്തു. ഇന്നത്തെ 2-ാം വായനയിൽ നമ്മൾ കണ്ടു, അവനിലൂടെ സമസ്തവും സൃഷ്ടിക്കപ്പെട്ടു.
സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസാണ് യേശുക്രിസ്തു. നമ്മുടെയൊക്കെ തലയായിട്ട് മാറണം യേശുക്രിസ്തു എന്ന്. നമ്മൾ ഉടലും. ഇനി അങ്ങനെ നമുക്കറിയാമല്ലോ, നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴാണേലും നമ്മുടെ ബ്രെയിനാണ് സിഗ്നൽ കൊടുക്കുന്നത് ബ്രേക്ക് ഇടാനോ ആക്സിലറേഷൻ കൊടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോഴാണ് കാലം അവിടെ അതനുസരിച്ച് പെരുമാറുക. തലയിൽ നിന്നാണ് വരിക. നമ്മൾക്ക് ശരിക്കും നമ്മുടെ യാത്ര, നമ്മുടെ ജീവിതയാത്ര ഈ തല പറയുന്നതനുസരിച്ചാണോ പോവുക, യേശു പറയുന്നതനുസരിച്ചാണോ പോവുക, അതോ നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്ലാനും പദ്ധതിയുണ്ട്? ഞാൻ എൻ്റെ ഇഷ്ടം അനുസരിച്ചേ ഞാൻ പോകത്തുള്ളൂ. അങ്ങനെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും നല്ല സമറായക്കാരാകാൻ പറ്റത്തില്ല എന്നുള്ളത് നാം തിരിച്ചറിയണം. യാക്കോസ്ലിയുടെ ലേഖനം എടുക്കുമ്പോൾ ഏതാനും അധ്യായങ്ങളിൽ നമ്മൾ കാണുന്ന കാര്യം കൃത്യമായിട്ട് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നല്ല സമറായനാകാൻ നമ്മൾ എന്ത് ചെയ്യണം, മറ്റൊരു ക്രിസ്തുവാകാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പുരോഹിതനും ലേവായനും പറ്റിയത് നമുക്ക് പറ്റരുത്. നമ്മൾ ചിലപ്പം തിരിച്ചറിയുന്നില്ലായിരിക്കാം, ഇങ്ങനെ ഒരവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ആ അവസ്ഥയിലായിരിക്കാം നമ്മൾ ജീവിക്കുന്നത്. അതിന് മാറ്റം വരുത്താതെ സ്വർഗത്തിൽ പോകാൻ പറ്റില്ല എന്നുള്ളത് കർത്താവ് കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമാണ്. യാക്കോബ് 1:22 അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്. യാക്കോബ് 1-ാം അധ്യായം 22-ാമത്തെ വചനം, നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരുടെ ഗണത്തിൽ പെടരുത്. നമുക്കറിയാലോ 2 പുത്രന്മാരുടെ ഉപമ മത്തായി 21:28 മുതൽ വായിച്ചാൽ മതി. അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. അപ്പൻ ചെന്ന് മകനോട് പറഞ്ഞു, മോനെ, നീ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി ഇച്ചിരി പണി ചെയ്യാനുണ്ട്. അവൻ പറഞ്ഞെന്താ, ഞാൻ പോകാം. അവൻ അവിടെ ഒരു തടസ്സം പറഞ്ഞില്ല. പക്ഷേ അവൻ പോയില്ല. രണ്ടാമൻ എനിക്ക് മനസ്സില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അവന് ചെയ്തൊരു കാര്യം, അവൻ മനസ്സ് മാറ്റി അവൻ പോയിട്ട് അത് ചെയ്യുന്നത് കാണാൻ പറ്റും. നമ്മളെ സംബന്ധിച്ചിടത്തോളം സംസാരിക്കുന്നതിലല്ല കാര്യം. ഈ 2 പുത്രന്മാരിൽ ഒരാൾ സംസാരം കൊണ്ട് പിതാവിനെ അനുസരിച്ചു, മറ്റേയാൾ ആദ്യം മനസ്സില്ലെന്നൊക്കെ പറഞ്ഞെങ്കിലും മനസ്സ് മാറ്റി പിതാവിനെ അനുസരിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ സംസാരത്തേക്കാൾ നമ്മുടെ പ്രവൃത്തി വളരെ പ്രധാനപ്പെട്ടതാണ്. യാക്കോബ് 2-ാം അധ്യായം 13 മുതൽ വായിച്ചാലോ. 13-ാമത്തെ വചനം പറയുന്നുണ്ട്, നീ നിൻ്റെ സഹോദരങ്ങളോട് കരുണയില്ലാതെ പെരുമാറിയാൽ നിനക്കും അങ്ങനെ തന്നെ ഉള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടും. അപ്പം അത് വരാതിരിക്കണമെങ്കിൽ, കാരുണ്യരഹിതമായ വിധി കിട്ടാതിരിക്കണമെങ്കിൽ കരുണ കാണിച്ചോളുക. നിൻ്റെ സഹോദരങ്ങളോട് കരുണ കാണിക്കുക. നിൻ്റെ ഏറ്റവും അടുത്ത സഹോദരങ്ങൾ നിൻ്റെ കുടുംബത്തിൽ നിൻ്റെ കൂടെ ജീവിക്കുന്നവരാണ്. അവരോട് കരുണ കാണിക്കാതെ പല പ്രാവശ്യം ഒരു ദിവസം പള്ളിയിൽ പോയി കുർബാനയിൽ പങ്കെടുത്താലും എൻ്റെ പ്രിയപ്പെട്ടവർ, നമുക്ക് സ്വർഗത്തിലേക്കുള്ള ആ ഒരു വാതിൽ തുറക്കപ്പെടണമെന്നില്ല. വീണ്ടും യാക്കോസ്ലിയ 2-ാം അധ്യായം തന്നെ തുടർന്ന് വായിച്ചു കഴിഞ്ഞാൽ 15-16 വചനങ്ങൾ ഇന്നത്തെ സുവിശേഷ ഭാഗവുമായി വളരെ ബന്ധമുള്ള ഒരു കാര്യമാണ്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, നീ നിൻ്റെ സഹോദരനെ തണുത്ത് വിറച്ച് കിടക്കുന്നവനായി കണ്ടിട്ട് അവന് ഉപദേശം കൊടുത്തിട്ട് നീ പോവുക. എടാ, സൂക്ഷിക്കണം. ഇപ്പോഴത്തെ തണുപ്പെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ പിടിക്കാൻ വരെ ചാൻസ് ഉണ്ട്. അവിടെ നീ സൂക്ഷിക്കണം. ഒരു ഉപദേശം കൊടുത്തിട്ട് നീ പോവുക. നീ അവിടെ എന്നെ ചെയ്തേ? നീ അവിടെ ക്രിസ്ത്യാനിയായി മാറിയിട്ടുണ്ടോ? ഇതാണ് യാക്കോസ്ലിയ ചോദിക്കുക. നീ അവന് പുതയ്ക്കാനുള്ളത് കൊടുക്കാതെ ഉപദേശം കൊടുത്തിട്ട് എന്ത് കാര്യം? വിശക്കുന്നവനെ കണ്ടിട്ട് അവന് ഉപദേശം കൊടുത്ത്, അല്ലേ അവനിൽ നിന്നും മുഖം തിരിച്ച് നീ പോയിട്ട് നീ പള്ളിയിൽ പോയാലും പ്രാർത്ഥിച്ചാലും എന്ത് കാര്യം? ശരിക്കും നമുക്ക് ദൈവസ്നേഹം സഹോദര സ്നേഹവുമായിട്ട് ബന്ധപ്പെടണം. നമുക്കറിയാം, നല്ല സമറായക്കാരൻ്റെ കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ലവ് ഇൻ ആക്ഷൻ, അതാണ് പ്രധാനപ്പെട്ടത്. സുവിശേഷം പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്നത്, അത് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഈ നല്ല സമറായക്കാരൻ, ഇതാണോ നമ്മുടെ ശ്രദ്ധ? അതോ വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ പോവുക, പുറമേ ആൾക്കാരെയൊക്കെ അവരുടെ കണ്ണിൽ പൊടിയിട്ട് അങ്ങനെ അങ്ങ് പോവുക? ഉറപ്പായിട്ടും കർത്താവ് നമ്മുടെ ഉള്ളറിയുന്നവനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സ്, മനോഭാവം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കർത്താവ് അറിഞ്ഞിരിക്കും എന്നുള്ളത് നാം വിസ്മരിക്കരുത്. യാക്കോസ്ലിയ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴോ
അതിൻ്റെ 4 മുതൽ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നീ സ്ഥിരമായിട്ട് ദൈവകാര്യങ്ങളൊക്കെ പറയുകയും പള്ളിപ്പോക്കും പ്രാർത്ഥനയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നിൻ്റെ വേലക്കാരന് അവന് ന്യായമായ കൂലി കൊടുക്കാതെ നീ അവനെ തളർത്തുകയും നീ നിന്നെ തന്നെ സാമ്പത്തികമായി കൊഴുപ്പിക്കുകയും ചെയ്തു. ആത്മീയ ബോധ്യത്തിൽ ഞാൻ വിചിന്തനം ചെയ്തിരിക്കുന്നൊരു വിഷയം അതാ. ക്രിസ്ത്യാനിക്ക് പ്രധാനപ്പെട്ടത് കൊഴുത്തുമെഴുത്ത ശരീരമാണോ അതോ ആത്മാവിനെ നമ്മൾ കൊഴുപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇതിലേത് വേണേലും നമുക്ക് ചെയ്യാൻ പറ്റും, ഏത് വേണേലും. നമ്മൾ ആത്മീയ ഭക്ഷണം സ്വീകരിക്കുന്നവരാണെങ്കിൽ ആത്മാവ് കൊഴുത്തുമെഴുക്കും. നമുക്കാകപ്പാടെ വേണ്ടത് ശാരീരിക ഭക്ഷണമാണെങ്കിൽ ശരീരം വേണമെങ്കിൽ കൊഴുത്തുമെഴുത്ത് നല്ല ഭംഗിയായിട്ടിരുന്നോളും. പക്ഷെ ആത്മാവിൻ്റെ കാര്യം, മനസ്സിൻ്റെ കാര്യം, വളരാത്ത മനസ്സോടെ നടക്കുന്ന വലിയ ശരീരവുമായിട്ട് നടക്കുന്നത് ക്രിസ്ത്യാനിക്ക് ശോചനീയമാണെന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. വിശുദ്ധർ നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അവരൊക്കെ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞ് ചിലരൊക്കെ വർഷങ്ങളോളം ഭക്ഷണം പോലും വേണ്ടാന്ന് വെച്ച് പ്രാർത്ഥിച്ച് ആത്മീയ ഭക്ഷണം മാത്രം സ്വീകരിച്ച് ആത്മാവിനെ കൊഴുപ്പിച്ച് സ്വർഗത്തിൽ പോയ പല വിശുദ്ധരെക്കുറിച്ചും സഭാചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും, വിശുദ്ധരുടെ ഇടയിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ക്രിസ്ത്യാനികളായതുകൊണ്ട് ലോകം പറയുന്നത് പോലെ, ലോകം കാണിക്കുന്നത് പോലെ അല്ല നമ്മൾ കാണിക്കേണ്ടത്, നമ്മൾ ജീവിക്കേണ്ടത് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയും. ഇവിടെയെല്ലാം എത്താൻ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇന്നത്തെ ആദ്യപാനിയിൽ നമ്മൾ കേട്ടൊരു കാര്യമുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് വചനം നിനക്ക് സമീപസ്ഥമാണ്. ഇതങ്ങ് വിദൂരത്തെങ്ങാണ്ടായിരിക്കുന്നൊരു കാര്യമൊന്നുമല്ല. ഇത് സ്വീകരിക്കാൻ നീ ഒരുപാട് കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമല്ല. കടലിനക്കരെ നിൽക്കുന്നൊരു സാധനമല്ല. ഇത് നിൻ്റെ സമീപത്തുണ്ട്, നിൻ്റെ ഹൃദയത്തിലുണ്ട്, നിൻ്റെ ചിന്തയിലുണ്ട്, നിൻ്റെ ചുറ്റുപാടുണ്ട്. വചനം ശരിക്കും പറഞ്ഞാൽ സൂചിപ്പിക്കുന്നത് ദൈവത്തെ തന്നെയാണ്. വചനം ദൈവമാണ്. യോഹന്നാൻ 1:1 നമ്മൾ വായിക്കുന്ന ഒരു കാര്യമാണ്. അടുത്ത് നിൽക്കുന്ന ഈ ദൈവത്തെ അനുഭവിച്ചിട്ട് ചുറ്റുപാടുമുള്ള നമ്മുടെ സഹോദരങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ സാധിച്ചാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ധന്യമാവും. യഥാർത്ഥ ക്രിസ്തീയ ജീവിതമാണ് നമ്മൾ നയിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ കണ്ടല്ലോ, ജെറൂസലേമിൽ നിന്നും ജെറിക്കോയിലേക്ക് പോയ ആ വഴി ഉണ്ടായ ഒരു സംഭവം. ജെറിക്കോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യേശുവിനുണ്ടായ പ്രലോഭനം. പഴയ നിയമത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. ജെറിക്കോയുടെ മതിൽ തകർത്ത് ഇസ്രായേൽ ജനം മുമ്പോട്ട് പോകുന്നത്. അങ്ങനെയാണ് ജെറിക്കോ പ്രാർത്ഥനയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിനെയൊക്കെ തരണം ചെയ്ത് ജീവിതത്തിൽ മുമ്പോട്ട് പോകണം. ഒരു പരീക്ഷയിൽ പരാജയപ്പെട്ടെന്ന് വിചാരിച്ച് ഉടനെ വല്ല പൂജാരിയെ സമീപിച്ച് പൂജ ചെയ്യിച്ചാണോ നമ്മൾ അടുത്ത പ്രാവശ്യം പരീക്ഷയ്ക്ക് ജയിക്കേണ്ടത്? വിശ്വാസം കൊണ്ട് നമ്മുടെ പ്രതിസന്ധികളെ മറികടക്കാൻ നമുക്ക് സാധിക്കണം. ഇന്ന് ഇതിനൊന്നും സാധിക്കാത്ത, മനസ്സ് വളരാത്ത, ആത്മീയത വളരാത്ത, ഹൃദയം വളരാത്ത പല ക്രിസ്ത്യാനികളെയും നമ്മൾ കണ്ടെന്ന് വരും. ശരീരമാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വളർച്ചയും കാര്യങ്ങളൊക്കെ പ്രാപിച്ചിട്ടുണ്ട്. ഇതിനേക്കാളൊക്കെ എത്രയോ വിശിഷ്ടമാണ് മെലിഞ്ഞിരിക്കുന്ന ശരീരമാണെങ്കിലും നല്ല കൊഴുത്തുമെഴുത്ത ആത്മാവ് നമുക്കുള്ളത്. അതാണ് ഈ നല്ല സമറിയാക്കാരനുണ്ടായിരുന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. അവൻ ചെയ്തൊരു കാര്യം അവൻ പോയത് കഴുതപ്പുറത്താണ്, ബെൻസ് കാറയിലൊന്നുമല്ല, കഴുതപ്പുറത്ത്. പക്ഷെ അവന് സഹോദരങ്ങളിൽ ഒരാൾ മുറിവേറ്റ് കിടക്കുന്നത് കണ്ടപ്പോൾ അവൻ കാറിൽ നിന്നൊക്കെ ഇറങ്ങി, കഴുതപ്പുറത്തുനിന്ന് ഇറങ്ങി, അവൻ്റെ അടുത്തേക്ക് ചെന്നു, അവനെ പരിചരിച്ചു. 2 കാര്യങ്ങളാണ് അവൻ ഉപയോഗിച്ചത് എന്ന് നമ്മൾ വായിച്ചു കേൾക്കുകയുണ്ടായി. വീഞ്ഞും എണ്ണയും. ദീർഘദൂരം യാത്രയൊക്കെ പോകുന്നവർ കരുതിയിരുന്ന ഈ ഫസ്റ്റ് എയ്ഡ് ബോക്സൊക്കെ നമ്മുടെ വണ്ടികളിലുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ വീഞ്ഞും എണ്ണയും. വീഞ്ഞ് ഇനി സ്പിരിറ്റ് പോലെ മുറിവ് അത് ഇൻഫെക്ഷൻ ആകാതെ അതിനെ സംരക്ഷിക്കാൻ, സുഖപ്പെടുത്താനുള്ള ഒരു കഴിവുണ്ട്. എണ്ണയാണെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലെത്താൻ നമ്മളെ സഹായിക്കുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഈ വീഞ്ഞും എണ്ണയും പ്രതിനിധാനം ചെയ്യുന്നത് ആ 2 കാര്യങ്ങളെയാണ്. വിശുദ്ധ കുർബാന, വിശുദ്ധ വചനം. വിശുദ്ധ കുർബാനയും
വചനവും. നമ്മെ സ്വർഗത്തിൽ എത്തിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് നമ്മൾ കാണേണ്ടതാണ് വിശുദ്ധ കുർബാന, വിശുദ്ധ വചനം. ഭക്ഷണത്തെക്കാൾ കൂടുതൽ സ്ഥാനം ഈ രണ്ട് കാര്യങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിലുണ്ടോ? നമ്മൾ 4 നേരം ഭക്ഷണം കഴിക്കുമ്പം എത്ര നേരം ബൈബിൾ വായിക്കും? ഈ രണ്ട് കാര്യങ്ങൾക്ക് നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും നമ്മൾ കൊടുക്കേണ്ട സ്ഥാനം കൊടുത്തിട്ടുണ്ടോ? മത്തായി 4:4 വായിച്ചാൽ മനുഷ്യൻ ജീവിക്കേണ്ടത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവവചനം വേണം. അപ്പത്തേക്കാൾ ദൈവവചനം. അപ്പം നമ്മുടെ ശരീരത്തെ പുഷ്ടിപ്പെടുത്തും. ദൈവവചനമോ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഒരുപോലെ സൗഖ്യം തരും. വിശുദ്ധ കുർബാനയോ 1 കൊറിന്തോസ് 11:31 വായിച്ചാൽ മതി. അവിടെ പറഞ്ഞിട്ടുണ്ട്, ശരീരത്തിന് സൗഖ്യം, മനസ്സിന് ബലം, ആത്മാവിൽ പുതുജീവൻ. ഇതെല്ലാം പകരാൻ ശക്തിയുള്ളതാണ് ദൈവത്തിൻ്റെ യേശുവിൻ്റെ ശരീരരക്തങ്ങൾ എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. ഇവിടെ ഈ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കാൻ സാധിക്കും. ലിറ്റർജിയും നിയമവും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ജ്ഞാനം. നമ്മൾ കണ്ടല്ലോ, പുരോഹിതൻ, ലേവായൻ, ലിറ്റർജി, കാനല്ലോ, ഇങ്ങനെയുള്ള 2 കാര്യങ്ങളെ പ്രതിനിധാനം ചെയ്യുമ്പോൾ നല്ല സമ്പ്രദായക്കാരൻ യേശുക്രിസ്തു പ്രതിനിധാനം ചെയ്യുന്നത് ജ്ഞാനത്തെയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6:24 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ലോകം രക്ഷപ്പെടണമെങ്കിൽ ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കണം. കുടുംബം രക്ഷപ്പെടണോ? ഇത് തന്നെയാണ് സംഭവിക്കേണ്ടത്. വ്യക്തി ജീവിതം നമുക്ക് ആ രക്ഷ കണ്ടെത്താൻ നമുക്ക് സാധിക്കണോ? ഇക്കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. അതുകൊണ്ടാണ് സുഭാഷിതങ്ങൾ 4:7 പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ജ്ഞാനസമ്പാദനമാണ് സർവപ്രധാനം, എന്ത് ത്യജിച്ചും ജ്ഞാനം സമ്പാദിക്കുക. ഇത്രയും നാളായിട്ട് നമ്മൾ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരല്ലേ? എത്ര ബലിയിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്, എന്തുമാത്രം പ്രാർത്ഥനകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കാര്യം ബോധ്യപ്പെട്ട് അതനുസരിച്ച് പോകാൻ പറ്റിയിട്ടുണ്ടോ? നീ എന്ത് ത്യജിക്കേണ്ടി വന്നാലും ത്യജിച്ചോ, നഷ്ടമല്ല. എന്തിനാ? ജ്ഞാനസമ്പാദനത്തിന്. നമ്മൾ ജ്ഞാനസമ്പാദനത്തിനാണോ സ്ഥാനം കൊടുത്തിരിക്കുന്നത്, അതോ ധനസമ്പാദനം, നല്ല ആരോഗ്യം സമ്പാദിക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മുടെ ലക്ഷ്യമായിട്ട് മാറിയിട്ടുണ്ടായിരിക്കാം. ജ്ഞാനസമ്പാദനത്തിൻ്റെ കാര്യമോ അതാണ് സർവപ്രധാനമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നമുക്കെങ്ങനെ അവഗണിച്ച് ജീവിക്കാൻ പറ്റും? ഈ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അതനുസരിച്ച് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ദൈവത്തോട് നമുക്ക് ഈ ബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം.